അതേപോലെ തന്നെ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരുന്നു. അത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഞാനിങ്ങനെ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ എങ്ങനെയൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം കൺസ്ട്രക്ഷൻ ബേസ്ഡ്. അപ്പം അതേപോലെ തന്നെ ഇന്ത്യയിൽ ജോലി സംബന്ധമായിട്ടുള്ള നോക്കുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അവർക്കൊരു പ്രോപ്പർ ആൻസർ കൊടുക്കാം? ബേസിക്കലി നമ്മളൊരു കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഓക്കെ, ബഷീർ ഇപ്പോൾ ഒരു വീട് എടുക്കാറ് വെച്ച് വീടെടുക്കുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് നോക്കും. ലൈക്ക് നമ്മളൊരു ബഡ്ജറ്റ് ഒരു 2 CR എന്ന് വെച്ചു, 20 million റുപ്പീസാണ് ബഷീറിൻ്റെ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സിവിൽ വർക്ക് ആൻഡ് MEP വർക്ക് എന്നാണ്. ഈ സിവിലിൽ 60% സിവിൽ വർക്കിൻ്റെ കോസ്റ്റ് പോകണം യൂഷ്വലി. ഈ 40% MEPയിലേക്കാണ് പോകണം. MEP എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പം സിവിലിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ സിവിലിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 2/5 ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഓപ്ഷൻ ദെൻ കൺസ്ട്രക്ഷനിൽ ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വെച്ച് നോക്കുമ്പോൾ MEP എഞ്ചിനീയർ ഉണ്ടാവും, MEP ഡിസൈനർ ഉണ്ടാവും, ദെൻ MEP ഡ്രാഫ്റ്റിംഗ് ഉണ്ടാവും. ഇതിൽ MEP എന്ന് പറയുന്നത് തന്നെ ഒരു ജോബിൽ തന്നെ 4 ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അതായത് അതിൽ തന്നെ മെക്കാനിക്കലിൻ്റെ HVAC, ഫയർ ഫൈറ്റിങ്, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഇതിൻ്റെ തന്നെ ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത്. ഓക്കെ, ഇപ്പം സോ നമ്മളിപ്പം ഒരു മിഡിൽ ഈസ്റ്റ് നോക്കുകയാണെങ്കിൽ, കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ MEP ഡിസൈൻ, ദെൻ ക്വാളിറ്റി, MEPയുടെ സൈറ്റ് ക്വാളിറ്റീസ് ആണെങ്കിലും, ദെൻ എന്താ പറയുക ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും, ഡിസൈൻ ഡ്രോയിങ്സ് ആണെങ്കിലും. ബേസിക്കലി എൻ്റെ കമ്പനീൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് സിവിലിൻ്റെ ആൾക്കാരെ കിട്ടുന്നത് പോലെ എനിക്ക് MEPയുടെ ആൾക്കാരെ കിട്ടില്ല. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ കോളേജിൽ ഇത്രയും ഡിസൈൻ വൈസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ ഒരു ഡീറ്റെയിൽ വൈസോ ഈ MEPൻ്റെ ക്ലാസ്സുകൾ പോകണില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രാക്ടിക്കൽ നോളജ് കുറവാണ്. MEPയിൽ ഒരാൾക്ക് കാരണം വെച്ചാൽ കൺസ്ട്രക്ഷൻ മാത്രമായിരിക്കില്ല, മെക്കാനിക്കൽ എടുക്കുമ്പോൾ ആൾക്കാർ പോവാം. ഓട്ടോമേഷൻ, ഹീറ്റ് എന്താ പറയുക മെത്തഡോളജി എൻ്റെ ഇതുണ്ട്. അതുപോലെ മെക്കാനിക്കൽ ECയിലാണെങ്കിലും IT ഫീൽഡിലേക്ക് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു MEP ഡിസൈനർ അല്ലെങ്കിൽ MEP എഞ്ചിനീയർ എന്ന് പറയുന്നത് ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഭയങ്കര കുറവാണ്. ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ദെൻ ബട്ട് പക്ഷേ നല്ലൊരു കാൻഡിഡേറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഫ്രഷേഴ്സിനാണെങ്കിലും പല ആൾക്കാർക്കും ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ MEP എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ അറിയണത് കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഫീൽഡിലേക്ക് വരുന്നതും കുറവാണ്.